ആക്രമണം ഉണ്ടായ ടെൽ അവീവിൽ നിന്ന് അരുൺ കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അരുൺ വർഗീസാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് അരുൺ. അരുൺ, യഥാർത്ഥത്തിൽ അപകടകരമായൊരു സാഹചര്യം നമുക്കുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിൽ ഇന്ത്യൻ സമയം അവിടെ മിസൈൽ അറ്റാക്ക് ഉണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല ഇറാനിലും പ്രശ്നമാണ്. ടെഹ്റാനിലൊക്കെ തന്നെ അവരുടെ വിമാനത്താവളമൊക്കെ അടച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു. യുദ്ധസമാന സാഹചര്യം ഇസ്രയേലിൽ അപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം ഏകദേശം ഇസ്രായേൽ സമയം 5 മണിയോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇസ്രായേലിലെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ വിവിധ മാധ്യമ ചാനലുകളിലൂടെയും നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ ഏകദേശം കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നിരുന്നു. എന്നിരുന്നാലും ഇസ്രായേലിലെ ടെലവീവിനടുത്ത് യാഫോയില് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. 3 ടെററിസ്റ്റുകൾ ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും അതിനെ തുടർന്ന് 6 പേര് മരണപ്പെടുകയും നിരവധി ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 ടെററിസ്റ്റുകളെ ഉടനെ തന്നെ ഇസ്രായേൽ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ഒരാളെ ജീവനോട് പിടികൂടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഏകദേശം ഇസ്രായേൽ സമയം 8 മണി, നാട്ടിലെ സമയം ഏകദേശം 10:30 കൂടിയാണ് ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരാനായിട്ട് ആരംഭിച്ചത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അയൺ ഡോം തീർച്ചയായിട്ടും അതിനെ തടയുകയും എന്നാൽ ഏതാനും മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയും ഉണ്ടായി. അതിനെ തുടർന്ന് ടെലവീവിലെ ഒരു റെസ്റ്റോറൻറ്റിലെ മിസൈൽ പതിച്ചതിനെ തുടർന്ന് കുറച്ചു പേർക്ക് ഇഞ്ചൂർഡ് ആയിട്ട് ഇസ്രായേലി പൗരന്മാരാണ് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ എല്ലാവർക്കും തന്നെ റെഡ് അലേർട്ട് സൈറനുകൾ മൊബൈലിൽ അവൈലബിൾ ആയിരുന്നു. അയൺ ഡോം പ്രവർത്തിച്ചു തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് മൊബൈലിൽ റെഡ് അലേർട്ട് അലാറം ആക്ടിവേഷൻ ആകുകയും അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകൾ വഴിയും എമർജൻസി അലാറം നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ബങ്കറുകളിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മേജർ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ മിസൈൽ അറ്റാക്കിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ടെലവീവിൽ നിന്ന് അരുൺ വർഗീസാണ് നമ്മോട് സംസാരിക്കുന്നത്. അരുൺ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നിലവിലുള്ള സാഹചര്യങ്ങളിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ച് എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. അതുകൂടാതെ ഇന്നലെ വൈകുന്നേരം 1-ാം തീയതി വൈകുന്നേരം ടെലവീവിലേക്ക് വരേണ്ടിയിരുന്ന ഫ്ലൈ ദുബായ് FZ1245 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ദുബായ് ടു ടെലവീവ് ക്യാൻസൽ ആയിരുന്നു. സോ ഇന്നലെ കൊച്ചിയിൽ നിന്ന് ആളുകൾക്ക് ബോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന എത്യോപ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഉണ്ട്, ടെലവീവിൽ നിന്ന് പോകേണ്ടിയിരുന്ന ആ ഫ്ലൈറ്റും ക്യാൻസലാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ എയർ റൂട്ട് ഇസ്രായേൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അത് ഇന്ന് ഓപ്പൺ ആകുമോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെയുള്ള ഇസ്രായേലിന്റെ ഫ്ലൈറ്റ് റൂട്ട് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ ടെലവീവിലും അതേപോലെയുള്ള ഈ അക്രമത്തിന് വിധേയമായ സ്ഥലങ്ങളിൽ എന്ത് ജാഗ്രതാ നിർദ്ദേശമാണ് ലേറ്റസ്റ്റ് ആയിട്ട് സർക്കാർ ഇന്ന് ലഭിച്ചിട്ടുള്ളത്? ഇല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു സാഹചര്യവും ഇസ്രായേലിലേക്ക് മിസൈൽ വരുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കിട്ടുന്ന അലേർട്ടുകളും അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനുകളും സ്വീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ വീട്ടിനകത്തിരിക്കുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ പൊതുജനം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യവും ഇസ്രായേലിലില്ല. എവിടെ വെച്ചാണോ റെഡ് അലേർട്ട് നമ്മുടെ മൊബൈലിൽ ആക്ടിവേഷൻ ആകുന്നത്, ഈവൻ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ തന്നെ വാഹനം നിർത്തിവെച്ച് അടുത്തുള്ള ബങ്കറുകളിലേക്ക് പോവുക. ശേഷം ഈ റെഡ് അലേർട്ട് സൈറൻ തീർന്നതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇല്ല എന്ന് വ്യക്തമാകുകയാണെങ്കിൽ ജനങ്ങൾ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നൊരു രീതിയാണ് ഇസ്രായേൽ പൊതുവേ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലും അതിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു അരുൺ വർഗീസ്. എന്തായാലും താങ്കളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. എന്തായാലും ജാഗ്രതയായിട്ടിരിക്കുക എല്ലാ മലയാളി സുഹൃത്തുക്കളും. കാരണം എന്തും സംഭവിക്കാവുന്ന ഒരു യുദ്ധസമാന സാഹചര്യം ഇസ്രയേലിലെ ചില പട്ടണങ്ങളിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അമേരിക്ക കൂടി ഇസ്രയേലിനെ പിന്തുണയ്ക്കാനായി രംഗപ്രവേശം ചെയ്തുകൂടെ യുദ്ധത്തിന് അന്തർദേശീയ ഒരു മാനം കൈവന്നിരിക്കുന്നു വേണം കരുതാൻ. ഒരുപക്ഷേ ഈ കോൾഡ് വാർ സിറ്റുവേഷൻ പുതിയ കാലത്തിൽ മറ്റു രൂപത്തിൽ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.